വിശദമായ വാർത്തകളിലേക്ക്. CPIM-ന് നേർക്ക് തലസ്ഥാനത്ത് ഇന്നും വ്യാപകമായ RSS ആക്രമണം. കോടിയേരിയുടേതടക്കം നേതാക്കളുടെ വീടുകൾ ആക്രമിച്ചു. SFI സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെ ബോംബെറിഞ്ഞു. യുവമോർച്ച നേതാവ് ഉൾപ്പെടെ 6 പേർ കസ്റ്റഡിയിലായി. BJP ഓഫീസ് ആക്രമിച്ചതിന് കൗൺസിലർ IP ബിനുവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ 3 ദിവസത്തേക്ക് തലസ്ഥാനത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഇന്ന് രാവിലെ 3 മണിയോടെയാണ് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയും കുടുംബവും താമസിക്കുന്ന മരുതംകുഴിയിലെ വീടിന് നേരെ RSS പ്രവർത്തകർ ആക്രമണം നടത്തിയത്. അക്രമികൾ വീടിന്റെ ജനൽ ചില്ലുകളും വാഹനങ്ങളും അടിച്ചു തകർത്തു. BJP നടത്തുന്ന അക്രമം അപലപനീയമാണെന്ന് കോടിയേരി പറഞ്ഞു. അക്രമത്തിലൂടെ അഴിമതിക്കെതിരായുള്ള CPIM-ന്റെ പോരാട്ടം അവസാനിപ്പിക്കാനാകില്ലെന്നും BJP-യുടെ പേരിലുള്ള അഴിമതി മറയ്ക്കാനാണ് ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നതെന്നും കോടിയേരി പ്രതികരിച്ചു. ഇതവരുടെ സംസ്ഥാന നേതൃത്വം തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന സംഭവങ്ങളാണ്. RSS-ന്റെ നേതൃത്വമാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വഴി CPM അഴിമതിക്കെതിരായി നടത്തുന്ന പോരാട്ടത്തെ ദുർബലപ്പെടുത്താമെന്ന് RSS കരുതേണ്ടതില്ല. സംഭവം അറിഞ്ഞ് വിവിധ നേതാക്കളാണ് ബിനീഷിന്റെ വീട്ടിലെത്തിയത്. ഇന്നലെ രാത്രി 8 മണിയോടെ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തെ CPIM നേതാക്കളുടെ വീടും RSS-കാർ ആക്രമിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാട്ടാക്കട ശശി, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം IP ബിനു, കൗൺസിലർമാരായ കരമനഹരി, പുഷ്പലത, റസിയ ബീഗം, DYFI നേതാവ് ഉണ്ണി, CPIM ചാല ഏരിയ സെക്രട്ടറി സുന്ദർ തുടങ്ങി 15ഓളം നേതാക്കളുടെ വീടുകളാണ് ആക്രമിക്കപ്പെട്ടത്. നിരവധി വാഹനങ്ങളും തകർക്കപ്പെട്ടു. അക്രമി സംഘം വീട്ടിലുണ്ടായിരുന്ന പ്രായമായവരെയും സ്ത്രീകളെയും കുട്ടികളെയും അടിച്ചുവീഴ്ത്തി. നിരവധി പേർ ആശുപത്രിയിലാണ്. ആക്രമണം നടത്തിയവരിൽ സംഘപരിവാർ നേതാക്കൾ ഉൾപ്പെടെ 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആക്രമണങ്ങളുടെ തുടർച്ചയായി BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസും ആക്രമിക്കപ്പെട്ടു. BJP ഓഫീസിന് നേരെ നടന്ന ആക്രമണം തടയാത്തതിന് 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ജില്ലയിലുണ്ടായ ആക്രമണത്തെ തുടർന്ന് ജില്ലയിലെ എല്ലാ പാർട്ടി ഓഫീസുകൾക്കും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം ടൗണിൽ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ പാർട്ടികളുടെയും കൊടിതോരണങ്ങളും കൊടിമരങ്ങളും എടുത്തുമാറ്റാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ SFI സംസ്ഥാന ഓഫീസിന് നേരെ RSS-കാർ എറിഞ്ഞ ബോംബ് പൊട്ടാത്തതിനാൽ വലിയൊരു അപകടമാണ് ഒഴിവായത്. അതേസമയം കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാർട്ടി ഓഫീസുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെയുണ്ടായ ആക്രമണം അപലപനീയമാണെന്നും കോടിയേരി പറഞ്ഞു. ആക്രമണത്തിൽ പങ്കാളികളായ പാർട്ടി അംഗങ്ങളെ അന്വേഷണ വിധേയമായി കോടിയേരി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. എന്നാൽ BJP നേതാക്കൾ നടത്തുന്ന അഴിമതിയിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ നേതൃത്വം ആക്രമണം ആസൂത്രണം ചെയ്യുകയായിരുന്നുവെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി പറഞ്ഞു. കേരളത്തിൽ ക്രമസമാധാനം തകർക്കാൻ കേന്ദ്രഭരണത്തിൻ്റെ തണലിൽ RSS നടത്തുന്ന ഗൂഢപദ്ധതിയുടെ ഭാഗമാണ് LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തുടർച്ചയായി ഇത്തരം അക്രമങ്ങൾ കേരളത്തിൽ സംഘടിപ്പിക്കാനാണ് RSS നേതൃത്വം നൽകുന്നത്. CPM പ്രവർത്തകന്മാരെ പ്രകോപിപ്പിച്ച് അക്രമത്തിലേക്ക് തള്ളിവിടാൻ RSS നടത്തുന്ന ശ്രമമാണ് തിരുവനന്തപുരത്തുണ്ടായിട്ടുള്ള സംഭവം. സമാധാനം സ്ഥാപിക്കാനുള്ള തുടർ ശ്രമങ്ങൾ നടത്തണം. ഇത്തരം സംഭവങ്ങൾ നടന്നു എന്നുള്ളതുകൊണ്ട് ഇനി സമാധാന ശ്രമം വേണ്ട എന്നൊരു നിലപാടെടുക്കാൻ കഴിയില്ല. ഞങ്ങൾ അതിന് സന്നദ്ധമാണ്. BJP അതിന് സന്നദ്ധമാണോ? മെഡിക്കൽ കോളേജ് കോഴ ഉൾപ്പെടെയുള്ള അഴിമതി കഥകൾ BJP-യുടെ മുഖം നഷ്ടമാക്കിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനുള്ള BJP-യുടെ ആസൂത്രിതമായ നീക്കമാണ് CPIM നേതാക്കളുടെയും പ്രവർത്തകരുടെയും വീടുകൾക്ക് നേരെയുള്ള ആക്രമണം. കേരളത്തിൽ ക്രമസമാധാനം തകർന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാനുള്ള ഗൂഢനീക്കവും ഇതിനു പിന്നിലുണ്ട്. അതിലൂടെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താമെന്ന വ്യാമോഹവും BJP വച്ചുപുലർത്തുകയാണ്. ആദ്യം ആക്രമണം അഴിച്ചുവിട്ടത് BJP RSS പ്രവർത്തകരാണ്. CPIM സമാധാനം ആഗ്രഹിക്കുകയാണ്. CPIM പ്രവർത്തകരെ പ്രകോപിപ്പിച്ച് പ്രശ്നങ്ങളുണ്ടാക്കാനും ശ്രമമുണ്ട്. പാർട്ടി സെക്രട്ടറിയുടെ വീട് ഉൾപ്പെടെ ആക്രമിച്ചത് ഇതിന് തെളിവാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. ഏതൊരു സാഹചര്യത്തിലും CPIM പ്രവർത്തകർ സംയമനം പാലിക്കണമെന്നും കോടിയേരി ആഹ്വാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിൽ ബോധപൂർവമായ സംഘർഷം നടത്താൻ BJP ശ്രമിക്കുന്നുവെന്ന് CPIM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ. തലസ്ഥാനത്ത് അരാജകത്വം സൃഷ്ടിക്കുകയാണ് BJP ജില്ലാ നേതൃത്വം ചെയ്യുന്നതെന്നും ആനാവൂർ നാഗപ്പൻ കുറ്റപ്പെടുത്തി. സമാധാന ശ്രമങ്ങൾക്ക് CPIM മുൻകൈയെടുക്കുമെന്നും ജില്ലാ സെക്രട്ടറി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോവളം MLA M വിൻസെന്റിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള ക്യാമ്പയിനുമായി CPIM മുന്നോട്ട് പോകുമെന്നും ആനാവൂർ വ്യക്തമാക്കി. BJP-യും RSS-ഉം മുൻകൈയെടുത്ത തിരുവനന്തപുരത്ത് CPIM-ന് നേരെ വ്യാപകമായി നടത്തുന്ന ആക്രമണങ്ങളെ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അപലപിച്ചു. ജില്ലയിൽ ബോധപൂർവമായ സംഘർഷം നടത്താനാണ് BJP ശ്രമിക്കുന്നത്. BJP-ക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള പ്രവർത്തനങ്ങളാണ് BJP ജില്ലാ നേതൃത്വം നടത്തുന്നതെന്നും CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പറഞ്ഞു. ജനശ്രദ്ധ തിരിച്ചുവിട്ട് തങ്ങളുടെ അഴിമതി മൂടിവെക്കാം എന്ന ധാരണയിൽ
BJP നടത്തുന്ന ഏറ്റവും മോശമായ പ്രവർത്തനമാണ്. ഇത് അപലപിക്കപ്പെടേണ്ടതാണ്. സമാധാനപരമായ സാഹചര്യമുണ്ടാക്കാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവേണ്ടതാണ്. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെ കുന്നുകുഴി വാർഡ് കൗൺസിലർ IP ബിനു നടത്തിയ ആക്രമണത്തെ ന്യായീകരിക്കുന്നില്ല. അക്രമം നടത്തിയത് ആരായാലും അവർക്കെതിരെ പാർട്ടി തലത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ആനാവൂർ നാഗപ്പൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞങ്ങൾ BJP ഓഫീസായാലും ഒരു ഓഫീസും ആക്രമിക്കുന്നതിനോട് ഞങ്ങൾ ഒരിക്കലും യോജിക്കില്ല. ചെയ്താൽ അത് ശക്തിയായി തന്നെ അപലപിക്കപ്പെടേണ്ടതാണ്. ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. അത് തർക്കമില്ല. സമാധാന ശ്രമങ്ങൾക്ക് CPIM മുൻകൈയെടുക്കും. കോവളം MLA M. വിൻസെന്റിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള ക്യാമ്പയിനുമായി CPIM മുന്നോട്ടു പോകും. വിൻസെന്റ് എത്രയും പെട്ടെന്ന് രാജിവെക്കുന്നതാണ് നല്ലത്. വിൻസെന്റ് വിഷയത്തിൽ സ്ത്രീകളുടെ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്നും ആനാവൂർ നാഗപ്പൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ കണ്ണൂരാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്ന് MM ഹസൻ. കോഴ വിവാദത്തെ മറികടക്കാനാണ് BJP ശ്രമമെന്നും പോലീസ് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും KPCC പ്രസിഡന്റ് MM ഹസൻ പറഞ്ഞു. തിരുവനന്തപുരത്തെ സമാധാനപരമായ ജനജീവിതത്തിന് വലിയ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. ഈ അക്രമത്തെ ശക്തിയായി അമർച്ച ചെയ്യണമെന്ന് ഞാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്. തിരുവനന്തപുരത്തെ ഒരു കണ്ണൂരാക്കി മാറ്റാനുള്ള ശ്രമമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് എത്രയും വേഗം പോലീസ് ഇതിനെ ശക്തമായി അടിച്ചമർത്തണം. അഴിമതി, തങ്ങൾക്കെതിരെ ഉയർന്നു വന്ന അഴിമതിയിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് RSS ആക്രമണം തുടങ്ങിയത്. വാർത്തകളിലേക്ക്. ലണ്ടനിൽ നടക്കുന്ന ലോക അത്ലറ്റിക് മീറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ PU ചിത്രയെ ഉൾപ്പെടുത്തണമെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. 1500 മീറ്ററിൽ ചിത്രയുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്നും അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയ്ക്കും കേന്ദ്ര സർക്കാരിനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഹർജിയിന്മേൽ തിങ്കളാഴ്ച വിശദമായി വാദം കേൾക്കും. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ PU ചിത്ര സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ലോക ചാമ്പ്യൻഷിപ്പിനുള്ള മത്സരാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് നീതിപൂർവമല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ചിത്രയെ തഴഞ്ഞ് ടീമിൽ അനർഹരെ ഉൾപ്പെടുത്തിയെന്നും കോടതി നിരീക്ഷിച്ചു. 1500 മീറ്ററിൽ ചിത്രയുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയ്ക്കും കേന്ദ്ര സർക്കാരിനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. ചിത്രയുടെ പരാതിയിൽ ന്യായമുണ്ടെന്ന് ഹർജിയുടെ വാദത്തിനിടെ കോടതി നിരീക്ഷിച്ചിരുന്നു. അത്ലറ്റിക് ഫെഡറേഷനുമേൽ നിയന്ത്രണങ്ങൾ ഇല്ലെന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ നേരത്തെ വിശദീകരണം നൽകിയിരുന്നു. മാനദണ്ഡങ്ങൾ ലംഘിച്ച് ഒറീസയിൽ നിന്നുള്ള ദ്വിദ്വി ചന്ദ് എന്ന അത്ലറ്റിനെ ടീമിലെടുത്തെന്ന് ചിത്രയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ചിത്രയുടെ ഇനമായ 1500 മീറ്റർ ഓഗസ്റ്റ് 4-നാണെന്ന് ഫെഡറേഷൻ കോടതിയിൽ വിശദീകരണം നൽകിയതിനെ തുടർന്നാണ് ഹൈക്കോടതി ഹർജിയിൽ അടിയന്തരമായി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ലോക അത്ലറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാൻ ഫെഡറേഷൻ ബാധ്യസ്ഥരെന്ന് കേന്ദ്ര കായിക മന്ത്രി വിജയ് ഗോയൽ. ചിത്രയെ ടീമിൽ ഉൾപ്പെടുത്താൻ ഫെഡറേഷനോട് ആവശ്യപ്പെടുമെന്നും വിജയ് ഗോയൽ വ്യക്തമാക്കി. എന്നാൽ 24 അംഗ ഇന്ത്യൻ ടീം ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ ലണ്ടനിലേക്ക് പറന്നിരുന്നു. And I think now it is between the federation and Chitra. Federation has to follow the order of the High Court. PU ചിത്രയെ ലോക മീറ്റിൽ പങ്കെടുപ്പിക്കണമെന്ന് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്ത് മുഖ്യമന്ത്രി. നിഷേധിക്കപ്പെട്ട നീതി ഹൈക്കോടതിയിലൂടെ ചിത്രയ്ക്ക് ലഭിക്കുന്നു. വിധി എന്തുകൊണ്ടും സ്വാഗതാർഹമാണ്. AFI കടുത്ത അനീതിയാണ് കാണിച്ചതെന്നും ഹൈക്കോടതിയും സ്ഥിരീകരിച്ചു. ലോക മീറ്റിൽ ചിത്ര തന്റെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചിത്രയ്ക്ക് കേരള സർക്കാരിൻ്റെയും ജനങ്ങളുടെയും എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു. PU ചിത്രയെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കണമെന്ന ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നതായി കായിക വകുപ്പ് മന്ത്രി AC മൊയ്തീൻ. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയും കായിക കേരളത്തിൻ്റെയും നിലപാടുകൾ ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ചിത്രയെ ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കാൻ കേന്ദ്ര സർക്കാരും ദേശീയ അത്ലറ്റിക് ഫെഡറേഷനും അടിയന്തരമായി ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ PU ചിത്രയെ ഉൾപ്പെടുത്തണമെന്നുള്ള ഹൈക്കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് ചിത്രയുടെ മാതാപിതാക്കൾ. സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഇത്തരമൊരു വിധി ഉണ്ടായതെന്നും അവർ വ്യക്തമാക്കി. ആദ്യമായി പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ അടുത്തും കേരളത്തിലെ ജനങ്ങളുടെ അടുത്തും ഞങ്ങൾ താഴ്മയോടെ പറയുന്നു. അവരാണ് ഇതിൽ നിന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. 3ാം സ്ഥാനം അവർക്ക് കിട്ടണമെന്ന് എല്ലാ ജനങ്ങളും പ്രാർത്ഥിക്കണം മാത്രം പറഞ്ഞുകൊണ്ട് പൈസയും പണവും ആളും വിദ്യാഭ്യാസം ഇല്ലാത്തവരും തരം താഴ്ത്താന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. സർക്കാരെന്നല്ല ജനങ്ങളും പിള്ളേർ സപ്പോർട്ട് തന്നെയാണ്.
ഞങ്ങളെക്കാട്ടി സങ്കടം ജനങ്ങൾക്കുണ്ട്. ജനങ്ങളുടെ നല്ല സപ്പോർട്ടുണ്ട്. കായികരംഗത്തെ ദുഷ്പ്രവണതകളെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കായികരംഗത്ത് പ്രഗത്ഭർക്ക് വ്യക്തി താൽപര്യവും വിവേചനവും ഉണ്ടാകരുത്. പിന്നാലെ വരുന്ന ഇളം തലമുറയെ ഒരേ മനസ്സോടെ കാണണം. ദേശീയ ഗെയിംസിൽ മെഡൽ ജേതാക്കളായ കായിക താരങ്ങൾക്ക് സർക്കാർ ജോലി നൽകിക്കൊണ്ടുള്ള ഔദ്യോഗിക ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി. സംസ്ഥാനത്തെ കായികരംഗത്തെ മോശം പ്രവണതകളെ അംഗീകരിക്കാൻ ഈ സർക്കാർ ഒരുക്കമല്ലെന്ന് വ്യക്തമാക്കിയാണ് 35ാമത് ദേശീയ ഗെയിംസ് മെഡൽ ജേതാക്കൾക്ക് നിയമന ഉത്തരവ് നൽകിയ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചത്. കായികരംഗത്ത് പ്രാഗൽഭ്യമുള്ളവർ തങ്ങളുടെ പിൻതലമുറക്കാരായ ഇളം കുരുന്നുകളെ ഒരേ കണ്ണോടും മനസ്സോടും കാണാൻ കഴിയുന്നവരാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിവേചനവും വ്യക്തിതാൽപര്യവും ഈ രംഗത്തേക്ക് വരുന്ന പുതിയ കുട്ടികളുടെ അപാര സാധ്യതകൾ അടച്ച് അന്ധകാരത്തിലാക്കുമെന്നും മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി. കിടമത്സരങ്ങൾക്ക് മറ്റൊട്ടേറെ വേദി നമ്മുടെ നാട്ടിലുണ്ട്. അവിടെ ആയിക്കോട്ടെ, ഇവിടെ ആ കിടമത്സരങ്ങൾക്ക് അവസരം നൽകാതിരിക്കുകയാണ് വേണ്ടത്. കായിക രംഗത്ത് പ്രാഗൽഭ്യമുള്ളവർ തങ്ങൾക്ക് പിന്നാലെ വരുന്ന ഇളം കുരുന്നുകളെ ഒരേ കണ്ണോടും ഒരേ മനസ്സോടും വേണം കാണാൻ. അവിടെ ഒരു വിധത്തിലുള്ള വിവേചനവും ഉണ്ടായിക്കൂടാ, ഒരുവിധ വ്യക്തി താല്പര്യവും ഉണ്ടായിക്കൂടാ. വ്യക്തി താല്പര്യങ്ങൾ ഈ രംഗത്ത് കടന്നു വന്നാൽ കുട്ടികളുടെ അപാരമായ സാധ്യതകൾക്കാണ് തിരിച്ചടി ഉണ്ടാവുക. ദേശീയ ഗെയിംസിൽ പങ്കെടുത്ത 35 താരങ്ങൾക്കാണ് മുഖ്യമന്ത്രി ചടങ്ങിൽ നിയമന ഉത്തരവ് കൈമാറിയത്. ദേശീയ ഗെയിംസിൽ ടീമിനങ്ങളിൽ വിജയം കൈവരിച്ച 83 താരങ്ങൾക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി നൽകാനുള്ള നടപടികൾ നടന്നുവരുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. ചടങ്ങിൽ കായികമന്ത്രി AC മൊയ്തീൻ അധ്യക്ഷനായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ മിസോറാം സർക്കാർ കേരളത്തിൽ ലോട്ടറി വിൽക്കാൻ നടത്തിയ നീക്കം നിയമവിരുദ്ധമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. കേന്ദ്ര സർക്കാരിന്റെ ലോട്ടറി വിൽപ്പന ചട്ടങ്ങളുടെ ലംഘനമാണിത്. നിയമം പാലിക്കാതെ ലോട്ടറി വിൽക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസവും ഇന്നുമായിട്ടാണ് മിസോറാം സർക്കാരിന്റെ ലോട്ടറിയുടെ പരസ്യം സംസ്ഥാനത്തെ പത്രങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വന്നത്. കേന്ദ്ര സർക്കാരിന്റെ ലോട്ടറി വിൽപ്പന ചട്ടങ്ങൾ ലംഘിക്കുന്ന നടപടിയാണ് മിസോറാം സർക്കാരിന്റേത് എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ഇത് സംബന്ധിച്ചുള്ള യാതൊരു അറിയിപ്പും മിസോറാം സർക്കാർ കേരളത്തിന് നൽകിയിട്ടില്ലെന്ന് ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് വ്യക്തമാക്കി. മിസോറാം സർക്കാർ ഇതിന്റെ സ്കീമും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് കേരളത്തെ അറിയിക്കുന്നവരെ ഈ പരസ്യത്തിൽ കണ്ടതുപോലെ 7-ാം തീയതി ഡ്രോ നടത്തുന്നതൊക്കെ നിയമവിരുദ്ധമായിരിക്കും. ആ ടിക്കറ്റുകൾ വിൽക്കുന്നതും അത് തെറ്റായിരിക്കും. ഞങ്ങളുടെ നിലപാട് ഇതൊരു കബളിപ്പിക്കലാണ്. വിൽപ്പനയ്ക്കായി കേരളത്തിലെത്തിക്കുന്ന ടിക്കറ്റുകളുടെ എണ്ണം, മൂല്യം, വിൽപ്പനക്കാരുടെയും ഉപ ഏജന്റുമാരുടെയും വിശദാംശങ്ങൾ, ലോട്ടറി സ്കീം എന്നിവ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ടതുണ്ട്. ഇത്തരം നിയമങ്ങൾ പാലിക്കാത്തവർക്കെതിരെ നിയമ നടപടി സർക്കാർ സ്വീകരിക്കും. നിയമവിരുദ്ധമായി ലോട്ടറി വിൽക്കുന്നവരെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും ടാക്സുകാര് ഈ ടാക്സ് ചട്ടം പാലിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നത് പിടിച്ചെടുക്കും. സംശയം. കേരള സർക്കാരിന്റെ ലോട്ടറി വിൽക്കുന്ന ഏജന്റുമാർക്ക് അന്യസംസ്ഥാന ലോട്ടറി വിൽക്കാൻ കഴിയില്ല. അത്തരക്കാരുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാനാണ് സർക്കാർ തീരുമാനം. സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധമുള്ള ഏജന്റുമാർക്ക് നോട്ടീസ് നൽകും. നിലവിൽ മിസോറാം സർക്കാരിന്റെ നിയമലംഘനം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിനും മിസോറാം സർക്കാരിനും സംസ്ഥാനം കത്തയക്കും. നിയമലംഘനമുണ്ടെങ്കിൽ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയക്കാനാണ് സർക്കാർ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പീപ്പിൾ TV ഇമ്പാക്ട്. ദിലീപിന്റെ മിച്ചഭൂമി പിടിച്ചെടുക്കാൻ നടപടി ആരംഭിച്ചു. 5 ജില്ലകളിലെ ഭൂമി ഇടപാടുകളുടെ വിവരങ്ങൾ നൽകാൻ കളക്ടർമാർക്ക് നിർദ്ദേശവും നൽകി. ദിലീപിന്റെ കൈവശം 6.67 ഏക്കർ മിച്ചഭൂമിയുണ്ടെന്ന വാർത്ത നൽകിയത് പീപ്പിൾ TV ആണ്. സംസ്ഥാനത്തെ 5 ജില്ലകളിലായി ദിലീപ് വാങ്ങിയ ഭൂമിയിൽ പരിധിയിലധികമുള്ള ഭൂമിക്ക് മേൽ മിച്ചഭൂമി കേസെടുക്കാനുള്ള നടപടികളാണ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ലാൻഡ് ബോർഡ് ആരംഭിച്ചത്. ദിലീപിന്റെ ഭൂമി സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകണമെന്ന് കാണിച്ച് ജില്ലാ കളക്ടർമാർക്ക് ലാൻഡ് ബോർഡ് നോട്ടീസ് അയച്ചു. പീപ്പിൾ TV വാർത്ത പുറത്തുവിട്ടതിനെ തുടർന്നാണ് സർക്കാർ നടപടി. രജിസ്ട്രേഷൻ വകുപ്പ് ശേഖരിച്ച ദിലീപിന്റെ ഭൂമിയുടെ പ്രാഥമിക വിവരങ്ങളും നോട്ടീസിനൊപ്പം കളക്ടർമാർക്ക് ലാൻഡ് ബോർഡ് കൈമാറിയിട്ടുണ്ട്. തൃശൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ എന്നീ ജില്ലാ കളക്ടർമാർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുൻപായി വിവരങ്ങൾ നൽകണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രജിസ്ട്രേഷൻ വകുപ്പ് നൽകിയ പട്ടികകൾക്കപ്പുറം ദിലീപിനും കുടുംബത്തിനും ഭൂമിയുണ്ടോ, ഭൂമിയുടെ തണ്ടപ്പേർ വിശദാംശങ്ങൾ
എന്നിവയാണ് ലാൻഡ് ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രജിസ്ട്രേഷൻ വകുപ്പിന്റെ രേഖകൾ പ്രകാരം 5 ജില്ലകളിലായി ദിലീപിനും കുടുംബത്തിനും 21.67 ഏക്കർ ഭൂമിയുണ്ട്. നിയമാനുസൃത ഭൂപരിധിയായ 15 ഏക്കർ കഴിഞ്ഞാൽ 6.67 ഏക്കർ ഭൂമിയാണ് മിച്ചഭൂമിയായി ദിലീപിന്റെ കൈവശം ഉള്ളത്. ഇത് തിരിച്ചുപിടിക്കാനുള്ള നടപടിയാണ് ലാൻഡ് ബോർഡ് സ്വീകരിക്കുന്നത്. ലെസ്ലി ജോൺ, തിരുവനന്തപുരം. ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. മുൻകൂർ ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് വിലയിരുത്തിയാണ് അപ്പുണ്ണിയുടെ അപേക്ഷ ഹൈക്കോടതി തള്ളിയത്. അപ്പുണ്ണിയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. അപ്പുണ്ണിയെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്ന് ചോദ്യം ചെയ്താലേ അറിയാനാകൂ. നിലവിൽ അപ്പുണ്ണിയെ പ്രതി ചേർത്തിട്ടില്ലെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. അതേസമയം കുറ്റാരോപിതൻ ഡ്രൈവർ മാത്രമാണെന്നും ഗൂഢാലോചനയിൽ പങ്കില്ലെന്നും അപ്പുണ്ണിയുടെ അഭിഭാഷകൻ വാദിച്ചു. അപ്പുണ്ണി പോലീസുമായി സഹകരിച്ചിട്ടുണ്ടെന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ അപ്പുണ്ണിക്കെതിരെ പ്രോസിക്യൂഷൻ നിരത്തിയ തെളിവുകൾ അഭിഭാഷകൻ നിഷേധിച്ചില്ല. ഗൂഢാലോചനയിൽ പങ്കില്ലെങ്കിൽ പിന്നെ ചോദ്യം ചെയ്യലിനെ ഭയക്കുന്നത് എന്തിനാണെന്ന് ഹൈക്കോടതി ചോദിച്ചു. ചോദ്യം ചെയ്യലിനായി അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ അപ്പുണ്ണിയോട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചു. അപ്പുണ്ണി ഹാജരായാൽ നിയമാനുസൃതം ചോദ്യം ചെയ്യണം. മൂന്നാം മുറ പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു. ഇതിനിടെ പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് അങ്കമാലി കോടതി നാളത്തേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് രാജിവെച്ചു. പാനമ അഴിമതി കേസിൽ നവാസ് ഷെരീഫിനെ അയോഗ്യനാക്കി പാക് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി വന്നിരുന്നു. ഷെരീഫിന്റെ ക്രിമിനൽ കേസെടുക്കാൻ കോടതി ഉത്തരവുമുണ്ടായി. ഇതിനെ തുടർന്നാണ് രാജി. പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനും കുടുംബങ്ങൾക്കുമെതിരായ പാനമ അഴിമതി കേസ് സുപ്രീംകോടതി ശരിവെച്ചു. ഷെരീഫിനും കുടുംബത്തിനുമെതിരെ കേസെടുത്ത് വിചാരണ ചെയ്യാനും സുപ്രീംകോടതി ഉത്തരവിറക്കി. ജസ്റ്റിസ് ഇജാസ് അഫ്സൽ ഖാൻ അധ്യക്ഷനായ 5-അംഗ ബെഞ്ച് ഐക്യകണ്ഠേനയാണ് വിധി പറഞ്ഞത്. നവാസ് ഷെരീഫിനെതിരെ ക്രിമിനൽ കേസെടുക്കാനും കോടതി ഉത്തരവിട്ടു. ഷെരീഫിനെ സുപ്രീംകോടതി അയോഗ്യനാക്കിയതിനെ തുടർന്ന് അദ്ദേഹം പാക് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചു. 90കളിൽ പ്രധാനമന്ത്രിയായിരിക്കെ ഷെരീഫ് നടത്തിയ അഴിമതികളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പാനമ രേഖകളിലൂടെ പുറത്തുവന്നത്. കള്ളപ്പണ ഇടപാട് നടത്തിയില്ലെന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ തെറ്റിദ്ധരിപ്പിച്ചെന്ന പരാതിയിലാണ് വിധി. ഷെരീഫിനെതിരെ കേസെടുക്കണമെന്നും പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കണമെന്നും ആവശ്യപ്പെട്ട് മുൻ ക്രിക്കറ്റ് താരവും പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് നേതാവുമായ ഇമ്രാൻഖാനാണ് പരാതി നൽകിയിരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്. രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയിൽ പാകിസ്ഥാൻ. നവാസ് ഷെരീഫിന്റെ ഇളയ സഹോദരൻ ഷഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രി പദത്തിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. എന്നാൽ പട്ടാള അട്ടിമറിക്കുള്ള സാധ്യതയും നിരീക്ഷകർ കൽപ്പിക്കുന്നു. പനാമ കേസിൽ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെ സുപ്രീംകോടതി അയോഗ്യനാക്കിയതോടെ പാകിസ്ഥാൻ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയിലാണ്. ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ നവാസ് ഷെരീഫിന്റെ ഇളയ സഹോദരൻ ഷഹബാസ് ഷെരീഫ് ഉപമുഖ്യമന്ത്രിയാവുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പഞ്ചാബ് പ്രവിശ്യ മുഖ്യമന്ത്രിയാണ് നിലവിൽ ഷഹബാസ്. ഷെരീഫ് പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് പുറത്തുപോയാൽ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇടക്കാല പ്രധാനമന്ത്രിയാകുമെന്നും നവാസ് ഷെരീഫിന്റെ സഹോദരൻ ഷഹബാസ് ഷെരീഫ് തിരഞ്ഞെടുപ്പിനെ നേരിട്ട് പ്രധാനമന്ത്രി പദത്തിലേക്ക് വരുമെന്നും പാക് വാർത്താ ചാനലായ ജിയോ ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. 3 തവണയാണ് നവാസ് ഷെരീഫ് പ്രധാനമന്ത്രിയായത്. 3 തവണയും കാലാവധി തെറ്റിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ ടിവി.